സിനിമാ നിരൂപണത്തിന്റെ പേരിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും പ്രൊഫൈലുകളും പൂട്ടിക്കുന്നത് പതിവാകുന്നു. നിവിൻ പോളി ചിത്രം മിഖായേലിനെ വിമർശിക്കുന്ന റിവ്യൂ പ്രസിദ്ധീകരിച്ച 2 ഗ്രൂപ്പുകൾക്കാണ് ഒടുവിൽ പൂട്ടുവീണത്. വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ഗ്രൂപ്പുകൾ പൂട്ടിക്കുന്നതിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. മിഖായലിനെ വിമർശിക്കുന്ന റിവ്യൂ പ്രസിദ്ധീകരിച്ച മൂവി ട്രാക്കർ, മൂവി മുൻഷി എന്നീ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണ് മാസ് റിപ്പോർട്ടിങ്ങിനെ തുടർന്ന് അപ്രത്യക്ഷമായത്. ഫേസ്ബുക്ക് കോപ്പിറൈറ്റ് പോളിസി ലംഘിക്കുന്ന റിവ്യൂ പ്രസിദ്ധീകരിച്ചെന്ന തരത്തിലുള്ള റിപ്പോർട്ടിംഗാണ് ഗ്രൂപ്പുകൾ പൂട്ടാൻ കാരണം. നേരത്തെ ആമി, വില്ലൻ, രണം, മോഹൻലാൽ തുടങ്ങിയ സിനിമകളെ വിമർശിച്ചവർക്കും സമാനമായ അനുഭവമുണ്ടായിരുന്നു. റിവ്യൂവിനൊപ്പം ചിത്രത്തിന്റെ പോസ്റ്ററോ പടങ്ങളോ ഉപയോഗിച്ചെന്ന കാരണം പറഞ്ഞായിരുന്നു റിപ്പോർട്ടിംഗ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടയിടുന്നതിനെതിരെ സിനിമാ ലോകത്ത് നിന്ന് തന്നെ പ്രതിഷേധമുയരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പം ഗ്രൂപ്പുകളുടെ പോസ്റ്റുകൾ മാത്രമല്ല, വ്യക്തികളിടുന്ന പോസ്റ്റുകൾ വരെ അല്ലെങ്കിൽ വ്യക്തികളുടെ അക്കൗണ്ട് വരെ പൂട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിന്റെ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിന്റെ പ്രൈവസി പോളിസികളും ഒക്കെ ദുരുപയോഗം ചെയ്തിട്ടാണ് ചിലപ്പോൾ മാസമായിട്ട് കംപ്ലൈന്റ് ചെയ്യുക. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ കണ്ടന്റിൽ പ്രശ്നമുണ്ട്. അപ്പം മാസമായിട്ടുള്ള ഒരു കംപ്ലൈന്റ് വരുമ്പോൾ ഫേസ്ബുക്കിന് വേറെ നിവൃത്തിയില്ല. അവരുടെ ഇപ്പോഴത്തെ ഒരു പോളിസി അനുസരിച്ച് അവർക്കത് ജഡ്ജ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഈ പോസ്റ്ററോ അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമയുടെ എന്തെങ്കിലും ക്ലിപ്പിംഗ്സോ ഒക്കെ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ പൈറസിയുടെ ലംഘനമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എൻ്റെ അറിവിൽ ഇത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ബ്ലോക്കിങ്ങുകൾ നടക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ നെഗറ്റീവ് റിവ്യൂകൾ പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്ന് അകറ്റുമെന്നാണ് ഓൺലൈൻ പ്രൊമോഷൻ സംഘങ്ങൾ റിപ്പോർട്ടിങ്ങിന് പറയുന്ന ന്യായീകരണം. ഗ്രൂപ്പുകൾ പൂട്ടിച്ചതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി സിനിമാ ഗ്രൂപ്പായ സിനിമാ പാരഡൈസോ ക്ലബ് മിഖായലിനെ കുറിച്ചുള്ള ചർച്ചകൾ ഗ്രൂപ്പിൽ നിന്നൊഴിവാക്കി. എന്നാൽ ഗ്രൂപ്പുകൾ പൂട്ടിച്ചതിൽ പങ്കില്ലെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ വിശദീകരണം. റിപ്പോർട്ട് ചെയ്തും ഗ്രൂപ്പുകൾ പൂട്ടിച്ചും വിമർശനങ്ങളെ ഇല്ലാതാക്കുന്നത് തീർച്ചയായും ഒരു നല്ല പ്രവണതയല്ല. ചുരുക്കം ചില പ്രസിദ്ധീകരണങ്ങളിൽ മാത്രം ആസ്വാദനക്കുറിപ്പുകൾ വന്നിരുന്ന കാലം കഴിഞ്ഞെന്നും സിനിമാ പ്രവർത്തകർ ഓർക്കണം. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. വാർത്തയോട് പ്രതികരിക്കാൻ മൂവി ട്രാക്കേഴ്സിന്റെ സാരംഗ് പ്രേംരാജ് ചേരുന്നുണ്ട്. സാരംഗ്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവസാനം ഇത് ഗ്രൂപ്പുകളും അക്കൗണ്ടുകളും പൂട്ടിക്കുന്ന തലത്തിലേക്ക് ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു തലത്തിൽ നിൽക്കുന്നു. കാരണം സിനിമ നിർമ്മിച്ചതുപോലെ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. എല്ലാവർക്കും അതിനെക്കുറിച്ച് സംസാരിക്കാം, നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അതൊരു പേഴ്സണൽ പ്ലാറ്റ്ഫോമിലാവുമ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലാവുമ്പോൾ അതിന് കുറച്ചുകൂടെ ആധികാരികത വരുന്നുണ്ട്. കുറച്ചുകൂടെ ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പ് ഇപ്പോൾ പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് ഇതിനോട് പ്രതികരിക്കാനുള്ളത്? ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70,000-ഓളം മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് മൂവി ട്രാക്കർ എന്ന് പറഞ്ഞാൽ. നമ്മൾ 1.5 വർഷമായി ആരംഭിച്ചിട്ട് ഇപ്പൊ ഇത്രയും കാലയളവിൽ ഒരുപാട് സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളടക്കം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പോ ഈ ഗ്രൂപ്പ് പൂട്ടിയതോടെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു സിനിമാ പ്രവർത്തനം മാത്രമല്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പൊ ഇല്ലാതായിരിക്കുകയാണ്. ഇതില് പൂട്ടിക്കാൻ മാത്രം ഒരു ഗ്രൂപ്പിനെ ഇത്ര പെട്ടെന്ന് തന്നെ 2-3 ദിവസമായതേ ഉള്ളൂ ചിത്രം തിയേറ്ററുകളിൽ എത്തിയിട്ട്, ഇത്ര പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് പൂട്ടിക്കാൻ മാത്രം വലിയൊരു റിവ്യൂ ഇല്ലെങ്കിൽ അവർക്കെതിരായൊരു റിവ്യൂ ആയിരുന്നോ മൂവി ട്രാക്കേഴ്സിലുണ്ടായിരുന്നത്? ഈ സിനിമ ഇറങ്ങിയത് നമുക്കറിയാം, വെള്ളിയാഴ്ചയാണല്ലോ ഈ സിനിമ ഇറങ്ങിയത്. അപ്പൊ അതിനു മുമ്പ് നമ്മളെ ഗ്രൂപ്പിൽ തന്നെ മിഖായേൽ എന്ന സിനിമേനെ മുമ്പ് എല്ലാവർക്കും പ്രതീക്ഷയും മറ്റുമായിട്ടുള്ള അനവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമ റിലീസായ ദിവസം പോസിറ്റീവായിട്ടുള്ള പോസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു, നെഗറ്റീവായിട്ടുള്ള പോസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പൂട്ടിക്കലിലേക്ക് എത്തിച്ചേർന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മെമ്പറുടെ ഒരു പോസ്റ്റായിരുന്നു. പുള്ളിക്കാരനകത്ത് പുള്ളിക്കാരന്റെ ഇഷ്ടപ്പെട്ട വശവും ഇഷ്ടപ്പെടാത്ത വശങ്ങളും വിശദീകരിച്ച് ചെയ്ത ഒരു പോസ്റ്റ് ഒരു രാത്രി 9 മണിയാകുമ്പോഴേക്ക് കാണാതാവുകയും ഒപ്പം തന്നെ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഇല്ലാതാവുകയാണ് ഉണ്ടായത്. ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ അടിച്ചൊതുക്കലാണ്. കാരണം ഒരു ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി അവർക്ക് ആ സിനിമ വിജയിക്കണമെന്ന് സ്വാഭാവികമാണ്. എല്ലാവർക്കും അത്തരത്തിലൊരു ലക്ഷ്യമുണ്ടാവും. തങ്ങൾ നിർമ്മിക്കുന്ന സിനിമ ഇല്ലെങ്കിൽ ഞങ്ങൾ സംവിധാനം ചെയ്യുന്ന സിനിമ അത് വിജയിക്കണം, ആളുകളിൽ ഒരു ചെറിയ രീതിയിൽ പോലും ഒരു നെഗറ്റീവ് കാര്യം അവരിലേക്ക് എത്തരുത് എന്ന് സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാവും. അവരുടെ ആഗ്രഹമാണത്. പക്ഷെ കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നിയ കാര്യമാണ് നിങ്ങൾ ആ മൂവിയെക്കുറിച്ച് ഈ മൂവി ട്രാക്കേഴ്സിൽ ഇട്ടിരുന്നത്. അതിനെ പൂട്ടിക്കുമ്പോൾ നിങ്ങളുടെയും കൂടെ ഒരു നിങ്ങളുടെ ഒരു
പ്രൊമോഷൻ രീതിയുടെ ഭാഗമായി നിങ്ങൾ അടിച്ചമർത്തപ്പെട്ട് പോവുകയാണ്. നിങ്ങളുടെ ഗ്രൂപ്പ് പൂട്ടുന്നതിലൂടെ നിങ്ങൾ ഓരോ വ്യക്തികളും ആ ഗ്രൂപ്പിൽ ഇത്രയും മെമ്പേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. ഈ മെമ്പേഴ്സ് എല്ലാം ഇത് വായിച്ച ആളുകളാണ്. അപ്പോൾ പൊതുവെ നിങ്ങൾക്ക് കിട്ടുന്ന ഇത് പൂട്ടിച്ചതും ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു റിവ്യൂ എഴുതിയതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് എന്തൊക്കെയാണ്? ഇല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് സപ്പോർട്ട് ഈ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ഈ ഗ്രൂപ്പ് പൂട്ടി അടുത്ത ദിവസം രാവിലെ മുതൽ തന്നെ ഈ ഗ്രൂപ്പ് പൂട്ടിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആപ്പടെ കാണാവുന്നതാണ്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ സിനിമ പാരഡൈസ് ക്ലബ്ബ് നടന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് മിക്കായലിന്റെ റിവ്യൂ ഞങ്ങൾ ഇതിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ട് ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഒരു നമ്മളെ ഈ സാമൂഹിക രംഗത്തുള്ള ഒരുപാട് പേര് ഈ സമയത്ത് ഈ വിഷയമായിട്ട് പ്രതികരിച്ചു. അതെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റും. അതായത് ഇനിയൊരു പുതിയ ഗ്രൂപ്പ് ആരംഭിച്ചാലും ഞങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളതിനുള്ളൊരു ഊർജ്ജമാണ്. സാരംഗ് തുടരാമോ? ജോബി ജോർജ് ചേരുന്നുണ്ട്, മിഖായലിന്റെ പ്രൊഡ്യൂസർ. ജോബി, ഇത്തരത്തിലാണോ പ്രൊമോഷൻ നടത്തേണ്ടത്? ഇല്ലെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ക്ഷമിക്കണം, പ്രൊഡ്യൂസർ ജോബി ജോർജ് ആണ് ചേരുന്നത്. ഇത്തരത്തിൽ ഒരു ചിത്രം ഇറക്കുമ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള പ്രൊഡ്യൂസർമാർ വലിയ ചിലവിൽ ഓരോ സിനിമകളും തിയേറ്ററിൽ എത്തിക്കുന്നു. അതെല്ലാം പ്രേക്ഷകർ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ അതെല്ലാത്തിലും തന്നെ പ്രേക്ഷകർക്ക് നല്ലത് മാത്രം പറയേണ്ടി വരുന്ന സിനിമകളാകണം എന്ന് നിങ്ങൾ ഉറപ്പിക്കുമ്പോൾ കാണുന്നവർക്ക് പല രീതിയിലായിരിക്കാം സിനിമ. ഞാൻ കാണുമ്പോൾ എന്റെ രീതിയിലായിരിക്കും, മറ്റുള്ളവർ കാണുമ്പോൾ ആ രീതിയിലായിരിക്കും. പലർക്കും പല അഭിപ്രായങ്ങളുമാണ്. ഇങ്ങനെ അഭിപ്രായം നിങ്ങൾക്ക് യോജിക്കാത്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ഒരു പേഴ്സണൽ അക്കൗണ്ട് പൂട്ടിക്കുന്നതാണോ നിർമ്മാതാക്കളും സിനിമയുടെ അണിയറ പ്രവർത്തകരും ചെയ്യേണ്ട കാര്യം? ഞാൻ ഇതിനകത്ത് രസമാണെന്ന് ഞാൻ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ അല്ല കേട്ടോ, ആരോ അറിയാതെ പറഞ്ഞതായിരിക്കും. ഞാൻ ഈ പടത്തിന്റെ ക്ഷമിക്കണം ജോബി, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. താങ്കൾ പ്രൊഡ്യൂസറായ അതായത് ഇപ്പൊ നമ്മളിവിടെ ഈ ചർച്ച കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് പൂട്ടിക്കുന്നത്, തകർക്കുന്നത്, നശിപ്പിക്കുന്നത് ഇതൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം നെഗറ്റീവ് തോട്ടുകളാണ്. ഞാൻ പോസിറ്റീവ് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരാളിപ്പോ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ആന്റോ ജോസഫാണ്. അദ്ദേഹം ഒരു വലിയ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമയുടെ സാങ്കേതിക വശങ്ങളിലെല്ലാം കൈകടത്താൻ കെൽപ്പം തന്റേടവുമുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു നെഗറ്റീവ് റിവ്യൂ ഇട്ടുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ സാധാരണക്കാരായ ഒത്തിരി ആളുകൾ സിനിമയെ ഇഷ്ടപ്പെട്ട് സിനിമ മോഹിച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് വരുന്ന ലക്ഷോപലക്ഷം പ്രൊഡ്യൂസർമാരുണ്ട്. അവർക്ക് ഞാൻ പറഞ്ഞ ഒരു നിരൂപണം ഇടുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. ഒരു നിരൂപണം ഇടുന്നത് എന്റെ ബോധ്യങ്ങള്, ഉത്തമ ബോധ്യങ്ങള് ഇടുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ മിഖായൽ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടതാണ്. എന്റെ ബൊമ്മകളില് ഇതിന് മാത്രം വലിയ പ്രശ്നങ്ങളൊന്നും ആ സിനിമയ്ക്കില്ല. അതൊരു നല്ല സിനിമ തന്നെയാണ്. ശ്രീ ജോബി, ഞാനും താങ്കൾ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഇവരാരും സിനിമയെ കൊല്ലുന്ന രീതിയിലേക്ക് ഒരു റിവ്യൂ ഇട്ട ആളുകളല്ല, സിനിമയെ ഇല്ലാതാക്കുന്ന രീതിയിൽ അത്തരത്തിലൊരു റിവ്യൂ ഇട്ട താങ്കൾ പറയുന്നു ആന്റോ ജോസഫിന് ഇതിന്റെ ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ എന്തിനിത് ചെയ്തു? ഈ ഗ്രൂപ്പുകൾ പൂട്ടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഒരു വരിയിലെ നെഗറ്റീവ് റിവ്യൂവിന് ഒരു ഗ്രൂപ്പ് തന്നെ പൂട്ടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. ആന്റോ ജോസഫിനെ നിങ്ങൾക്ക് അടുത്തറിയാതെ അയാളൊരു നല്ല മനുഷ്യനാണ്, അയാളൊരു നല്ല ഫാദറാണ്, നല്ല ഭർത്താവാണ്. എനിക്ക് അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് 10 കൊല്ലമായിട്ട് അറിയാം. ഇറ്റ്സ് സച്ച് എ ലവ്ലി പേഴ്സൺ. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്വഭാവത്തെ കുറിച്ചല്ല മിസ്റ്റർ ജോബി ജോർജ് ചോദിച്ചത്. അദ്ദേഹം ചെയ്ത കാര്യം, ഒരു സിനിമ, താങ്കൾ പറഞ്ഞു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അതിൽ എത്ര പേര് വർക്ക് ചെയ്തു, അവരെന്തൊക്കെ ചെയ്തു. അതേപോലെയാണ് സാരംഗ് പ്രേംരാജിന്റെ മൂവി ട്രാക്കേഴ്സ് പോലെയുള്ള ചില ഗ്രൂപ്പുകൾ. അവർ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, അവർ സിനിമകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മിഖായിൽ തന്നെ തിയേറ്ററിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് വരെ മിഖായിലിൽ പ്രതീക്ഷ ഉണ്ട് എന്ന രീതിയിലാണ്. താങ്കൾക്ക് ചെക്ക് ചെയ്യാമായിരുന്നു, ഇനി പറ്റില്ല. ആ പേജിൽ അത്തരത്തിലായിരുന്നു വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. മിഖായയിൽ, ഉണ്ണിൻ മുകുന്ദനിൽ, നിവിൻ പോളിയിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് അവരും പറഞ്ഞത്. പക്ഷെ അതിനുശേഷം വന്ന റിവ്യൂവിൽ ഒരു വരിയിൽ ഇല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൽ അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഗ്രൂപ്പ് പൂട്ടിക്കണം എന്ന് കരുതുന്നത് അതെന്താണ്? ഞാനൊരു സൂത്രം പറയാം, ഒരു കാര്യം പറയാം. അതായത് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന് ഒരു മ്യൂസിക്കൽ കമ്പനി ഉണ്ട്.
ഞങ്ങൾക്കൊരു ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ഞങ്ങളുടെ പാട്ടുകള് വേറെ ആരെങ്കിലും പൈരസിയിൽ എടുത്തിട്ടാൽ ഞങ്ങൾ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ, ഞങ്ങൾ അതിനെ കവർ ചെയ്യുമ്പോൾ അത് ബ്ലോക്കായി പോകാറുണ്ട്. അത് ഞങ്ങൾ മറ്റൊന്നും പൂട്ടിക്കുന്നതല്ല. അതൊന്ന് മനസ്സിലാക്കുമോ? നിങ്ങളുടെ സാധനങ്ങൾ കണ്ടന്റ് വേറൊരാൾ ഉപയോഗിച്ചാൽ അതിനെപ്പറ്റി ഒരു പരാമർശം നടത്തിയാൽ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അത് അറിയാതെ പൂട്ടിപ്പോകുന്നതാണ്. ശരി, അതിന്റെ സാങ്കേതിക വശങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ ശ്രീ ജോബി ജോർജ്? കാരണം ഇത് മനഃപൂർവ്വമല്ല, അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു നെഗറ്റീവ് റിവ്യൂ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആവുന്നു എന്ന് പറയുന്നതിന്റെ സാങ്കേതിക വശം കൂടി പറഞ്ഞു തരാമോ? ഞാൻ പറയാം, എനിക്കറിയാവുന്ന കാര്യം പറയാം. അതായത് ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ്, ഈ പ്ലാറ്റ്ഫോമുകള് നമുക്കൊരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ സിനിമ റിലീസിന് മുമ്പ് ഇത് അവരുടെ ഹിഡൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് വെച്ചാൽ ഈ സിനിമയെ കുറിച്ച്, സിനിമയുടെ കണ്ടന്റോ വിഷ്വൽസോ എന്തെങ്കിലും വേറെ പ്ലാറ്റ്ഫോമുകളിൽ വരികയോ നെഗറ്റീവ് റിവ്യൂസുകൾ വന്നാൽ അത് സിസ്റ്റം അത് റെക്ടിഫൈ ചെയ്ത് ബ്ലോക്ക് ആക്കി കളയും. അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ 100% പറയുന്നു, ഞാൻ ഒരിക്കലും ബലമായിട്ട് ഒരു സാധനവും പൂട്ടിക്കില്ല. ശരി, നന്ദി ശ്രീ ജോബി ജോർജ് പ്രതികരിച്ചതിന്. താങ്കളുടെ സിനിമകൾ നല്ല പ്രതികരണങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നതാവട്ടെ. ഇപ്പോൾ അപർണ പ്രശാന്തി ചേരുന്നുണ്ട്, സിനിമാ നിരൂപക. അപർണ, ഇദ്ദേഹം പറയുന്നതനുസരിച്ച്, ജോബി ജോർജ് പറയുന്നതനുസരിച്ച് ഇതാരും പൂട്ടിക്കുന്നതല്ല. നെഗറ്റീവ് റിവ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ അങ്ങ് പൂട്ടിപ്പോകുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സിനിമയ്ക്ക് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത്. ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ഈ പറയുന്ന ഗ്രൂപ്പുകളെയും അപർണയെ പോലുള്ള ആളുകളെയും ഒക്കെ ഒരുപാട് പേര് വായിച്ചതിന് ശേഷമാണ് തിയേറ്ററുകളിലേക്ക് പോകുന്നത് ഈ കാലഘട്ടത്തിൽ. ആ സമയത്താണ് ഇത്തരത്തിൽ ഗ്രൂപ്പുകൾ പൂട്ടിപ്പോകുന്ന, പേഴ്സണൽ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എങ്ങനെയാണ് അപർണ പ്രതികരിക്കുന്നത്? നിഷ്കളങ്കമായി പൂട്ടിപ്പോകുന്നതാന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ എങ്ങനെയാണ് അത് ചിരിക്കാണ്ട് കേട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളത്. ഒരു നെഗറ്റീവ് റിവ്യൂ വന്നെങ്കിൽ ഇപ്പൊ ഇത് ആദ്യമായിട്ടല്ല, മിഖായലിന് ഇപ്പൊ ഈ ഗ്രൂപ്പിനെ പൂട്ടിപ്പോയത് കൊണ്ടാണ്. ഇതിനു മുന്നേ ടെലിവിഷൻ ചാനലുകളിലൊക്കെ ചർച്ചയായതാണ്. ആമി എന്നുള്ള സിനിമയുടെ പ്രൊഡ്യൂസർ അടക്കം വന്നിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇത് ഞങ്ങൾ പൂട്ടിക്കും, കാരണം ഞങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ ഏതൊക്കെയോ നിരൂപകർ അവരുടെ അടുത്ത് നിന്ന് പോസിറ്റീവ് റിവ്യൂ എഴുതാൻ പൈസ ചോദിച്ചിട്ട് അത് കൊടുക്കാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതാണ്, ഈ രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് മനഃപൂർവ്വമാണെന്ന് വരുമ്പോ ഇവർ പറയുന്ന വാദമാണ് ഞങ്ങൾ നെഗറ്റീവ് റിവ്യൂ വന്നാൽ പൂട്ടിപ്പോകും. കോപ്പിറൈറ്റ് പോളിസിയുടെ വയലേഷൻ മാത്രമാണത്. ഫേസ്ബുക്കിന്റെ കോപ്പിറൈറ്റ് പോളിസിയെ ദുരുപയോഗം ചെയ്യുന്നതാണ്, വളരെ കൃത്യമായി ദുരുപയോഗം ചെയ്യുന്നത് മാത്രമാണത്. അതല്ലാതെ ഒരിക്കലും അതൊരു നിഷ്കളങ്കമായിട്ട് അറിയാണ്ടൊരു നെഗറ്റീവ്, മലയാളത്തിലൊരു നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ ഏതോ ഒരു വിദേശ രാജ്യത്ത് കിടക്കുന്ന ഫേസ്ബുക്ക് അറിയാണ്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്ന് പൂട്ടി പോവുകയാണോ? അതെ, പക്ഷെ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അപർണ. ഇവർ സൂചിപ്പിക്കുന്ന വേറൊരു കാര്യം, ഒരു ചിത്രത്തെ കുറിച്ച് അത് കണ്ടിറങ്ങി മറ്റ് നടന്മാരുടെ ഫാൻസ് ഇല്ലെങ്കിൽ മറ്റു സംവിധായകരുടെ ഫാൻസ് ഇതിനെതിരായിട്ട് റിവ്യൂ ഇടുമ്പോൾ, ഞാൻ സിനിമ കണ്ടു, ഞാൻ ഇത് വന്നിട്ട് ഈ ചിത്രത്തിന് കയറാൻ പാടില്ല എന്നൊരു റിവ്യൂ ഇട്ടാൽ അതൊരു 10 പേര് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടു, ആ ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈലിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടു, സിനിമ കൊള്ളില്ല, നമ്മൾ പോകേണ്ട കാര്യമില്ല എന്ന് കരുതുമ്പോൾ ആളുകൾ തിയേറ്ററിൽ കുറയുന്നു എന്ന് സിനിമാക്കാർ, ഏത് സിനിമയാണോ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ പരാതിപ്പെടുന്നുണ്ട്. എല്ലാവരും ഇടുന്ന റിവ്യൂ ശരിയാകണം എന്നുമില്ലല്ലോ. ആരിടുന്ന റിവ്യൂ ആത്യന്തികമായ ഒരു സിനിമയുടെയും ഗുണത്തെയോ ദോഷത്തെയോ നിശ്ചയിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ പ്രവണതയെ ആരാണ് ഈ പറഞ്ഞ പ്രവണത ഇത്രയും വളർത്തിയ? ഫാൻസ് അസോസിയേഷനുകൾ, അവരൊക്കെ കയറി. ഇപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമുണ്ട്. ഞാൻ കേസ് കൊടുത്ത് 5 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഫാൻസ് അസോസിയേഷനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തെറി വിളിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻസ് ആയിട്ടും ഒരു സിനിമാ നടിയുടെ ഒരു കരിയർ ഇല്ലാതാക്കുന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യാനും, അങ്ങനെ അറ്റാക്ക് ചെയ്ത ആൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്ന പ്രൊഡ്യൂസർമാരുണ്ടാവുന്ന സിനിമാ ലോകത്ത് ആ നഷ്ടം അവർ സഹിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ സംയമനത്തോടെ ഫാൻസിനോട് പെരുമാറാൻ പറയേണ്ടത് അവരുടെ ബാധ്യതയാണ്. ഇവരുടെ എല്ലാ ഗുണഫലങ്ങളും സ്വീകരിച്ച് ഇവരെ പാലൊഴിക്കാനും തേനൊഴിക്കാനും ഇങ്ങനെയൊക്കെ നിന്നിട്ടും നമ്മൾക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ സിനിമയ്ക്കെതിരെ എന്തെങ്കിലും വ്യക്തിപരമായോ അല്ലാതെ അഭിപ്രായം പറഞ്ഞ സ്ത്രീകളെ സ്ലട്ട് ഷെയ്മിംഗ് നടത്തിയും തെറി വിളിച്ചും അവരെ കൊണ്ട് കൂട്ടിക്കാൻ എനിക്ക് വ്യക്തമായ അനുഭവമുണ്ട്. ഞാനൊരു സാധാരണ സ്ത്രീയാണ്. പാർവതി എന്നുള്ള സിനിമ നടിക്ക് അനുഭവമുണ്ട്. WCCയുടെ ഫാൻ പേജിൽ അവർ 1 മിനിറ്റ് മിനിമം വേണ്ട വായനയ്ക്ക് വേണ്ട സാധനങ്ങൾ ഇടുന്ന അടുത്ത നിമിഷം അവരെ അക്കൗണ്ട് പൂട്ടിക്കാനും ഒക്കെ കഴിവുള്ള ഫാൻസ് അസോസിയേഷൻ നിശബ്ദമായി അങ്ങ് വളർന്നു പോകുന്നതല്ലോ. ഫണ്ടടക്കം ഇവരൊക്കെ ജാമ്യത്തിലിറക്കാൻ, എന്റെയൊക്കെ കേസിൽ എനിക്കറിയാം 20,000 രൂപയിലധികം വേണം ജാമ്യത്തിലിറക്കാൻ. അവരൊന്നും വീട്ടുകാരല്ല ജാമ്യത്തിലിറക്കിയെന്ന് എനിക്കറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകളെ വളർത്തി വലുതാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ നെഗറ്റീവ്സ് സഹിക്കാൻ ഇവർ ബാധ്യസ്ഥരാണെന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇത്തരം ഫാൻ സൈറ്റുകളൊക്കെ കൂടി വന്ന്
തമിഴ്നാട്ടിനൊക്കെ ക്രൂരമായ രീതിയിലുള്ള വളർച്ചയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ആ പ്രവണതയെ നിർത്തേണ്ടത് ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളും അതിന് ഈ ആരുടെയൊക്കെ ആരാധകരാണോ അവരുടെയൊക്കെ തലൈവന്മാരും ആണെന്നുള്ളതാണ് സത്യം. അതല്ലാതെ ഇവരുടെ സിനിമയെ കുറിച്ച് മറ്റവരിടുമ്പോൾ മാത്രം അല്ലെങ്കിൽ ലാഭം പോകുമോ എന്നുള്ളത് മാത്രം ഫാൻസിനെ കുറിച്ചുള്ള ആകുലതയാവും. ഫാൻസ് ചെയ്യുന്ന അതിക്രമങ്ങളൊന്നും കാണാൻ ഇപ്പൊ രൂപേഷ് ശ്രീരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാ നടനെയാണ്, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെയാണ് ഫാൻസ് ഒരു പ്രാവശ്യം തെറി വിളിച്ചിട്ടുള്ളത്. പാർവതി സിനിമാ നടിയാണ്. അങ്ങനെ എത്രയോ പേര് സ്വാധീനമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന എത്രയോ പേര് വളരെ സാധാരണ ജോലികൾ എടുക്കുന്ന സാധാരണ നമ്മളെയൊക്കെ പോലെ ജീവിക്കുന്ന മനുഷ്യർ ഫാൻസ് അസോസിയേഷന്റെ അംഗത്വത്തിന്റെ ബലത്തിൽ തെറി വിളിച്ചിട്ടുണ്ട്. അതൊന്നും വലിയ വിഷയമല്ലാതാവും. ഇങ്ങനെ ഇത് മാത്രം വിഷയമാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് എന്തോ കുഴപ്പമുണ്ട്. ശരി, ജയവിഷ്ണു ചേരുന്നുണ്ട് സിനിമ പാരഡീസോയുടെ. ജയവിഷ്ണു, താങ്കളുടെ പാരഡീസോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു. കാരണം അതിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് താങ്കൾ പറഞ്ഞതുപോലെ ശരിയെന്നാണ് തോന്നുന്നത്. കാരണം ക്രിയാത്മക വിലയിരുത്തലുകളെ പോലും വേർതിരിച്ച് കാണാൻ പറ്റാത്ത സിനിമയുടെ ഇത്തരത്തിലുള്ള പ്രൊമോഷൻ വർക്കുകൾ അതിനെ എങ്ങനെ കാണാം? ഇനി ഈ പറയുന്നത് പോലെ ചർച്ചകൾ നിർത്തുകയാണെങ്കിൽ സിനിമകളെ കുറിച്ച് ആർക്കും യാതൊരു ബോധ്യവുമില്ലാതെ എല്ലാം നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് തിരിച്ചു വന്ന് നിരാശരാകേണ്ട ഇല്ലെങ്കിൽ സന്തോഷവാന്മാരാകേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണോ? ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളാണ് നമ്മളെ സിനിമയെക്കുറിച്ച് അറിയാൻ കൂടുതൽ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ വിളിച്ച കറക്റ്റ് ഡേ ആണ്. പോയിന്റ് നമ്പർ 1, ലാസ്റ്റ് ഇയർ സെയിം ഡേറ്റിൽ നമ്മളുടെ ഗ്രൂപ്പ് അടിച്ചു പോയതായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്തിട്ടാണ് ഈ ഗ്രൂപ്പ് തിരിച്ചു വന്നത്. സോ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ഇഷ്യൂ അല്ല. ഇപ്പം മിഖായൽ എന്നുള്ള ഒരു സിനിമയല്ല, ആമിയുടെ സമയത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട്, രണം സിനിമയുടെ സമയത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ ആള് പറഞ്ഞ പോലെ ഇതൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അറിയാതെ ഫേസ്ബുക്കിന്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ വെച്ചാണ് പോകുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ച് തരാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ്ബുക്കായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇതിന്റെ കോപ്പിറൈറ്റ് പോളിസീസ് എന്താണെന്ന് അറിയാം. ഇത് ചെയ്യുന്നത് ഓൺലൈൻ പ്രൊമോട്ടേഴ്സ് ആണ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. പ്രവണത മാറേണ്ടതാണ്. കാരണം ഇതിലൊരു ബേസിക് നമുക്കൊരു സാമാന്യ മര്യാദയുണ്ട്. ഒരു സിനിമയുടെ ഒരു പോസ്റ്റർ, ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്നിടം തൊട്ട് ഇതെല്ലാവരും ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗ്രൂപ്പുകളാണ്. ഈ 1 or 2 ഒരു പ്രമുഖ ഗ്രൂപ്പുകൾ പൈസ വാങ്ങുന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പറഞ്ഞ ഈ പൂട്ടിപ്പോയ മൂവി ട്രാക്കർ ആയാലും ഞങ്ങളെപ്പോലെ പല സിനിമയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സിനിമാ പാരഡൈസോ ക്ലബ് ആയാലും ഒരു പൈസ ഒന്നിനും ഒരു ഫിനാൻഷ്യൽ മോട്ടീവ് ഉള്ളവരല്ല. അപ്പൊ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വരുമ്പോൾ തൊട്ട് ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു സിനിമ ഇന്ന ദിവസമാണ് റിലീസ്, അതിന്റെ ടീസർ വരുന്നു, ട്രെയിലർ വരുന്നു, ഈ കാര്യങ്ങളെല്ലാം ഒരു 95,000 ആൾക്കാരുള്ള ഒരു പോപ്പുലേഷൻ ആണ് നമുക്കുള്ളത്. അതുപോലെ ഓരോ ഗ്രൂപ്പിലും 1 lakh മെമ്പേഴ്സ് ഉണ്ട്. അത്രയും പേരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നൊരു പർപ്പസ് ഒരു എന്താ പറയുക യാതൊരു ലാഭേച്ഛ ഇല്ലാതെ നടപ്പിലാക്കുന്നവരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. അതെ, ശരിയാണ് ജയവിഷ്ണു, വളരെ നന്ദി പ്രതികരിച്ചതിന്. എന്തായാലും വളരെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് സിനിമാ നിരൂപണത്തിന്റെ പേരിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും പ്രൊഫൈലുകളും പൂട്ടിക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുകയാണ് മറ്റു ഗ്രൂപ്പുകൾ.